അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന സ്ക്രഞ്ചീസ് വിത്ത് തുലിപ്സ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സാറ്റിൻ്റെ ക്ലോത്തും പിന്നെ ഈ ഒരു ക്ലോത്ത് വന്നിട്ട് സാറ്റിനല്ല, ഒരു ഗ്രീൻ കളർ ക്ലോത്താണ്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഗ്രീൻ കളറായിട്ട് തോന്നുന്നില്ല, കുറച്ച് ബ്ലാക്ക് ആയിട്ടൊക്കെയാണ് ഇടയ്ക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചെടുക്കണം. നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് നേർത്തതായിട്ട് കിട്ടാൻ പാകത്തിന് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഈ ഒരു ക്ലോത്ത് വന്നിട്ട് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ സെയിം ആണ്, 12 ഇഞ്ചാണ്. അതിന് സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ത്രെഡ് വെച്ചിട്ട് മുഴുവനായിട്ടും ഇതുപോലെ ചുറ്റിയെടുക്കണം. അപ്പോഴത്തേക്കും നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തുലിപ്സിൻ്റെ തണ്ടുണ്ടല്ലോ, അത് ഉള്ളിലോട്ട് കയറ്റിയതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ഒന്ന് കെട്ടിയെടുക്കണം. കെട്ടിയെടുക്കുമ്പോഴത്തേക്കും കുറച്ച് ടൈറ്റായിട്ട് തന്നെ കെട്ടണം, ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തുലിപ്സിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ഞി വേണം. അപ്പോൾ പഞ്ഞിയും കൂടെ നിറച്ചതിന് ശേഷം തുലിപ്സിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. രണ്ട് സൈഡിലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം സെറ്റാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്ക്രഞ്ചീസാണ്, അതിൽ തന്നെ ഞാൻ ഇതൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ചെയ്ത് അത്ര ശരിയായിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഞാൻ സെക്കൻഡ് ഒന്നും കൂടെ ഉണ്ടാക്കി, അതിലാണ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയത്. അപ്പോൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ സെയിം ആണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ചെയ്തത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.